ഇന്നത്തെ എപ്പിസോഡിൽ സച്ചി ഓട്ടോ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നത് രേവതി കാണാണ്. അങ്ങനെ രേവതി വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ ചന്ദ്രമതി ചോദിക്കണം, നീ പറഞ്ഞോ, നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, എന്തിനാ അവൻ ആ കാർ വിറ്റത്? നിന്നോട് പറയാതെ അവൻ ഒന്നും ചെയ്യില്ല, നിനക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ അറിയായിരിക്കും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഞാൻ പറയും, അല്ല അമ്മേ, ഞാനിപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്, എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു കാര്യം അറിയില്ല എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഇല്ല, നീ കള്ളം പറയാന്നൊക്കെ പറഞ്ഞിട്ട് പറയണ നേരത്താവും നമ്മുടെ സച്ചി കയറി വരുന്നുണ്ടാവുക. അപ്പോൾ സച്ചി പറയും, എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ എന്നോട് മാത്രം ചോദിക്കുക, രേവതീനെ ഇതിൽ വലിച്ചഴക്കേണ്ട കാര്യമില്ല, അവൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല എന്നൊക്കെ പറയട്ടോ. അങ്ങനെ രവി ചോദിക്കും, മോനെ നീ എന്തിനാ അതൊക്കെ വിറ്റേ ചോദിക്കുമ്പോൾ, അത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിട്ട് അച്ഛൻ വിറ്റത്, ഞാൻ വെറുതെ ഒന്നും ചെയ്യില്ല എന്ന് അച്ഛൻ അറിഞ്ഞൂടെ, അത്രയും അത്യാവശ്യം ആയതുകൊണ്ടാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ രവി സച്ചിനെയും വിളിച്ചിട്ട് ഹാളിൽ കൊണ്ടിരുത്തിയിട്ട് ചോദിക്കുകയാണ് വീണ്ടും വീണ്ടും. അപ്പോഴത്തേനും ചന്ദ്ര വേഗം ഓടിച്ചെല്ലാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര പറയും, ഇതേ നിൻ്റെ അച്ഛൻ എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് നിനക്ക് ആ കാർ എടുത്ത് തന്നത്, അപ്പോൾ അതിന് നീ വിറ്റിട്ടുണ്ടെങ്കിലേ അത് ശരിയാവും എങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മുടെ സുധി പറയും, എന്തായാലും ആ കാർ വിറ്റ് ഒരു 3 ലക്ഷത്തിന് മുകളിൽ എന്തായാലും കിട്ടാതിരിക്കില്ല, ആ പൈസ അപ്പോൾ എന്താ ചെയ്തതെന്ന് അറിയണ്ടേന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചന്ദ്ര പറയും, ആ പൈസ നീ എത്രയും പെട്ടെന്ന് എനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് പറയും കേട്ടോ. അപ്പോൾ സച്ചി പറയും, ഞാൻ കൊണ്ടുവന്ന് തരാം, എനിക്ക് കൊണ്ടുവന്ന് തരുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ 50 ലക്ഷം മോഷ്ടിച്ചിട്ടാണ് ഇവൻ അന്ന് കല്യാണത്തിന് തലേ ദിവസം പോയത്, ആ 50 ലക്ഷം ഇവൻ എന്നിവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു, അന്ന് ഞാൻ എൻ്റെ കാർ വിറ്റ പൈസ ഞാൻ കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സുധിക്ക് ആകെ ഒരു മാതിരി നാണക്കേടാവും. അപ്പോൾ സുധി, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ റൂമിലേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.